പുസ്തകം 4-1 വാക്യത്തിൽ പറയുന്നു, അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു. ഭാര്യയെ പരിഗ്രഹിച്ചു. ആ വാക്കിന് ലളിത മലയാള അർത്ഥം ഇതാണ്, ഒറ്റ അർത്ഥമേ ഉള്ളൂ, അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ വിവാഹ കുടുംബജീവിതം എനിക്ക് തോന്നുന്ന ഏറ്റവും സന്തുഷ്ടമായി പോകാൻ ഏറ്റവും വലിയൊരു ഒറ്റമൂലി സ്ത്രീകളെ അറിയുക. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട്. ബലഹീന പാത്രമെന്ന് അറിയണം, ജീവന്റെ കൂട്ടവകാശി എന്ന് അറിയണം. ഇനി വാരിയിൽ നിന്ന് എടുത്തതാണല്ലോ, വാരിയല്ല എന്ന് അറിയണം. ഒരുപാട് വളയ്ക്കണ്ട, ഒടിഞ്ഞു പോകും. ഒരുപാട് എടുത്ത് മുകളിൽ ഉയർത്തേണ്ട, കാര്യങ്ങൾ പോകുക. അന്നേരം അറിയണം. നമ്മൾ എവിടെയെങ്കിലും പോകാൻ തയ്യാറാകുകയാണെങ്കിൽ 10 മണിക്കാണ് നമ്മൾ അവിടെ ചെല്ലേണ്ടെങ്കിൽ അച്ഛൻ പെട്ടെന്ന് ഒരുങ്ങും, പക്ഷേ മോൻ അറിയണം. സ്ത്രീകൾക്ക് അങ്ങനെ പെട്ടെന്ന് ഒരുങ്ങാൻ പറ്റില്ല. ഞാൻ ഒരുങ്ങി നിന്നിട്ട് നീ ബഹളം വെക്കാവുന്നേ ഉള്ളൂ, ഒരു പണി നടക്കത്തില്ല. എനിക്കൊരു മുണ്ടും എടുത്തിട്ട് ഒരു ഉടുപ്പ് എടുത്തിട്ട് അങ്ങ് ഓടിയാൽ പോലെ, അവരുടെ കാര്യം അതല്ലല്ലോ. ഭർത്താവെങ്കിലും അതറിയണം. അവക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാ മാസവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇതുപോലൊരു ജീവി ലോകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ലേഡീസ് ഹോസ്റ്റലിൻ്റെ വാർഡനാണ്. എൻ്റെ വീട്ടിൽ 2 പെൺകുഞ്ഞുങ്ങളും ഭാര്യയും, വീട്ടിലൊരാണ് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സഹോദരിമാർക്ക് പിടികിട്ടുന്നുണ്ട് അവരെന്തുമാത്രം ബുദ്ധിമുട്ട് ഓരോ മാസം അനുഭവിക്കുന്നെന്ന് ഭർത്താവ്, പുരുഷൻ അറിയണം. പരിഗ്രഹിച്ചു എന്ന അർത്ഥത്തിന് മലയാള പദത്തിൽ അറിഞ്ഞു എന്നേ ഉള്ളൂ. സ്ത്രീയെ അറിഞ്ഞാൽ, ഞാൻ പറയട്ടെ, നമ്മൾ അവളെ താഴ്ത്തു വെക്കില്ല. ഒറ്റ വാക്ക് പറഞ്ഞ് നിർത്താം. ഞാനിവിടെ ഇരുന്നിട്ട് ഈ അമ്മമാരെ ഒന്ന് നോക്കി, അപ്പന്മാരെ നോക്കി കേട്ടോ. നിങ്ങൾ ഇട്ടേക്കുന്ന വസ്ത്രത്തെക്കാൾ തിളക്കമുണ്ട് അവരെ കണ്ണിന്. സത്യം. ഇവർ നിങ്ങൾ ഇത്രയും വിവാഹത്തിന് വേണ്ടി ആഗ്രഹിച്ചോന്ന് എനിക്കറിയില്ല. കാര്യം ഇന്നത്തെ തലമുറ അത്ര വലിയ കാര്യമായിട്ടൊന്നും വിവാഹത്തെ എടുക്കുന്നില്ല. പക്ഷെ ഇവർ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ നിന്നോട് പറയുന്നു, മകനെ, നിന്റെ അമ്മ നിനക്ക് ജീവൻ തന്നു. പക്ഷേ ആ അമ്മയുടെ ജീവൻ നിന്റെ കയ്യിലേക്ക് തരിക. മനസ്സിലായോ? അമ്മ നിനക്ക് ജീവനാ തന്നെ. പക്ഷെ ഈ മകളുടെ അമ്മ അവിടെ ജീവൻ തരും. ഞാൻ പെൺമക്കളുടെ അപ്പനാണ്ട് പറയുക, മുറ്റത്ത് വിടാതെ, പുറത്ത് വിടാതെ, ആരും കാണാതെ. ചില പൂവാലന്മാർ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചില അമ്മമാരുടെ നോട്ടം കാണാം. ഒറ്റ നോട്ടത്തിൽ പൂവാലം പറക്കും. കണ്ണുകൊണ്ട് വിരട്ടി ഓടിച്ച് കാക്കിക്കും കുയിലിനും കൊടുക്കാതെ നിന്റെ കയ്യിൽ ഇന്ന് തരിക. ഇതിനെ ഒരിക്കലും താത്തു വെക്കരുത്. ഓക്കെ ആണോ? ഓക്കെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മകളെ, നിന്റെ അമ്മ നിനക്ക് ജീവൻ നൽകി. ആ അമ്മയുടെ ഏറ്റവും വലിയ ജീവനാണ് ഇന്ന് നിന്റെ തരുന്നത്. അതിന് ജീവൻ കൈപ്പിടിച്ചിട്ടുള്ള യാത്രയാണ്. തറയിലിടരുത്.